ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മസിയാമീസ് വ്ലോഗ്. ഇന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കടച്ചക്ക കിട്ടിയിട്ടുണ്ട്. ഇതുകൊണ്ടൊരു സൂപ്പർ കറി ഉണ്ടാക്കാം. ആദ്യം ഒരു പാൻ അടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്യാം. നന്നായി ഹീറ്റായി വരുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1.5 കപ്പ് തേങ്ങ ചിരകിയത് ആഡ് ചെയ്ത് കൊടുക്കാം. 2 ഉണക്കമുളക്, 4 വെളുത്തുള്ളി അല്ലി, 6 ചുവന്നുള്ളി, കുറച്ച് കറി ലീവ്സ് എന്നിവ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി ചൂടാവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നന്നായി ചൂടായി വരുന്ന സമയത്ത് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക് എന്നിവ ചേർത്ത് കൊടുക്കാം. തേങ്ങ നന്നായി ഇളക്കി കൊടുത്ത് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. തേങ്ങ ഇതുപോലെ ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലാക്കി വെക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഡ്രൈ റോസ്റ്റ് ചെയ്ത തേങ്ങ ചൂടാറാൻ വേണ്ടി മാറ്റിവെക്കാം. കടച്ചക്ക കിട്ടിയിരിക്കുന്നത് ഒരു മീഡിയം സൈസാണ്. ഇതിൻ്റെ തൊലി കളഞ്ഞ് നടുഭാഗം കട്ട് ചെയ്ത് കളഞ്ഞ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെള്ളത്തിലിടണം. ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്ത് ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് ഒരു സവാള ഫൈനായിട്ട് സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. സവാള നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇതുപോലെ നല്ല ട്രാൻസ്പെറൻ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് 2 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് 2-3 മിനിറ്റ് മൂപ്പിച്ചെടുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് കറി ലീവ്സ് ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായി കുക്കായി കിട്ടുന്ന സമയത്ത് ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന കടച്ചക്ക ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 2-3 മിനിറ്റ് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. കടച്ചക്ക ഒന്ന് കവർ ചെയ്ത് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. നന്നായി തിളക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിലിടാം. പിന്നീട് ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇത് കുക്കായി കിട്ടുന്ന സമയം കൊണ്ട് നേരത്തെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ച തേങ്ങ അരച്ചെടുക്കാം. നന്നായി ചൂടാറി കിട്ടുന്ന സമയത്ത് തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്നാദ്യം ക്രഷ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. കടച്ചക്ക ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായി കുക്കായി കിട്ടും. ഈ സമയത്ത് ഇതിലേക്ക് തേങ്ങാരപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇതൊന്ന് നന്നായി കുറുകുന്നത് വരെ തിളപ്പിച്ചെടുക്കണം. 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചെടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഈ ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല കുറുകിയ ചാറോടുകൂടിയുള്ള കറിയാണിത്. ഇനി കറിയൊന്ന് താളിച്ചെടുക്കുന്നതിന് വേണ്ടി ഒരു ചെറിയ പാൻ അടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്ത് ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് നന്നായി പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് 1 മിനിറ്റ് മൂപ്പിച്ചെടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് കറി 15 മിനിറ്റ് ഒന്ന് കവർ ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പർ കടച്ചക്ക കറി റെഡിയായി കഴിഞ്ഞു. നല്ല ഇറച്ചിക്കറി പോലെ തന്നെ ടേസ്റ്റിയുള്ള നല്ലൊരു കടച്ചക്ക കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.